ഹലോ ഗൈസ്, ഇന്ന് വെളുപ്പിന് 2:30 മണിയായപ്പോൾ ഉറക്കം എണീച്ച് നേരെ നമ്മൾ പോയത് തിയേറ്ററിലേക്കായിരുന്നു. 3 മണി 3:30ക്കുള്ളിൽ തന്നെ തിയേറ്ററിലെത്തി. നമ്മുടെ വിജയണ്ണൻ്റെ പുതിയ പടമായിട്ടുള്ള ഗോട്ട് ഇന്ന് റിലീസായിരുന്നു. അവിടെ ചെന്ന് വിജയണ്ണൻ്റെ പടം കാണാൻ വേണ്ടി ഇരുന്നു. ഏകദേശം 4:30 മണിയായപ്പോൾ പടം ഇട്ടു തുടങ്ങി. നമ്മൾ പടമൊക്കെ കണ്ട് 7:30 മണിയായപ്പോൾ തിരിച്ച് പുറത്തിറങ്ങി നേരെ വീട്ടിൽ വന്നു വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് എത്തുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ വളരെ മോശം ഒരു പടമാണ് വിജയണ്ണൻ്റെ പടം. ഞാൻ കണ്ടേ വെച്ച് വളരെ മോശം ഒരു പടമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വിജയന് ഈ പോണ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. അടിപൊളി ഒരു നടനൊക്കെയാണ്, നമുക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ ഈ ഒരു പടത്തിൽ ഫുള്ള് ഫ്ലോപ്പായി പോയിരിക്കുകയാണ്. ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ലെന്തുള്ള പടം. അതുപോലെ തന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നില്ല, ഒരു വൈബ് കിട്ടുന്നില്ല. എന്തോ അവിടെ കാട്ടിക്കൂട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു പടത്തിൽ നിന്ന് മനസ്സിലാകാൻ കഴിഞ്ഞത്. അപ്പോൾ വിജയണ്ണൻ്റെ ഫാൻസിന് പോലും ഇഷ്ടപ്പെടുന്നില്ല. അത്രയ്ക്ക് മോശം പടമായി പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് വിജയണ്ണൻ്റെ പടവും വിജയണ്ണനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ തലപതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉയരായിരുന്നു, പക്ഷേ ഇനി ഉയര് തന്നെയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് പടമാണ് വിജയണ്ണൻ്റെ ഇപ്പോൾ നമ്മൾ കാണാൻ പോയത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കും. എനിക്കപ്പോൾ ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു പടം എടുക്കേണ്ട അവസ്ഥ വന്നോ എന്ന് ഞാൻ ആലോചിച്ച് പോയി ഗൈസ്. കാരണം വാട്സപ്പിൽ മറ്റേ സ്റ്റാറ്റസിലേക്ക് വരുന്ന സംഭവമില്ല, ആ സംഭവമൊക്കെയാണ് ഇത് ഈ ഒരു പടത്തിലേക്ക് എടുത്തു വെച്ചേക്കുന്നത്. ഇൻട്രോയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളെ വിജയണ്ണ വരുന്നു, അതുപോലെ തന്നെ ഫാമിലി എല്ലാം വരുന്നു. ഇതൊക്കെയാണ് ആ ഒരു പടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവർ ഇൻട്രോ അങ്ങോട്ട് കഴിഞ്ഞ പാടെ അവർ നേരെ തായ്ലാൻഡിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മറ്റേ കാറ് പറക്കുന്നതും അതുപോലെ വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് അവിടെ വന്നതെന്നും എന്തിനാണ് ഇതൊക്കെ അവിടെ എടുത്തിട്ടതെന്നും ഒരു ഐഡിയ ആ പടത്തിൽ നമുക്ക് ഒരു സാമ്യം കിട്ടുന്നില്ല. എന്തിനാണ് ഇതൊക്കെ അവിടെ എടുത്ത് ഇടുന്നതെന്നൊന്നും ഒരു ഐഡിയയും കിട്ടാത്ത വിധത്തിലാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വിജയണ്ണ നേരെ തായ്ലാൻഡിൽ പോകുന്നു. തായ്ലാൻഡിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് പക്ക ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് വിജയന്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വിജയനെ ഒറ്റയടിക്കങ്ങ് വയസ്സാവുന്നു, പക്ഷെ കൂടെ ഉള്ളവരൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ അമൽ ദേവ്സ് വിജയനെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പക്ക ഒറിജിനാലിറ്റിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വന്ന് കാണിക്കുന്നതെല്ലാം പക്ക എന്താ ഊളത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര മോഹ പരിപാടിയായിരുന്നു. പിന്നെ ഇതിൽ പറയാൻ വേണ്ടി ഒന്നുമില്ല. എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നു. 3.5 മണിക്കൂർ ചിരിക്കാനുമില്ല, കരയാനുമില്ല, കയ്യടിക്കാനുമില്ല, ഒരു കുന്തവും ഇല്ല. വെറുതെ ഇരുന്ന് കാണുക, എൻജോയ് ചെയ്യുക, പറ്റുന്നവർ എൻജോയ് ചെയ്യുക, ഇല്ലാത്തവർ ഉറങ്ങുക. എൻ്റെ അടുത്തൊക്കെ ഇരുന്നവർ ഉറങ്ങുക എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അത്രയ്ക്ക് മോഹം വടമായി പോയി. എന്താണെന്നറിയില്ല, വിജയണ്ണൻ എന്ത് പറ്റിയെന്നറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അടിപൊളി പാട്ട് വരും. വിജയണ്ണൻ്റെ പടത്തിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന പാട്ടാണ് മോനെ. ആ പാട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും രോമാഞ്ചം എണീച്ച് നിൽക്കുന്ന ഫീലൊക്കെയാണ് കിട്ടുന്നത് എല്ലാ പടങ്ങളിലും. പക്ഷേ ഇതിൽ ഒരു പാട്ടൊക്കെ വരുമ്പോൾ എന്തിനാണ് ഈ പാട്ട് ഇവിടെ ഇട്ടതെന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഇതൊക്കെ ഇവിടെ ഇടേണ്ട വല്ല ആവശ്യമുണ്ടെന്നാണ് ചിന്തിച്ചു പോകുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് പാട്ടിലില്ല, ഒരു കുന്തം അതിലൊന്നും ഇല്ല. പിന്നീട് ഇച്ചിരി എന്ത് കൂടിപ്പോയത് തന്നെ വൻ സീനാണ് ഗൈസ്. സ്നേഹ ചേച്ചി ഉണ്ടായിരുന്നു, അവരൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. നിങ്ങളൊക്കെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നമുക്ക് എന്തോ ആയിക്കോട്ടെ, വീണ്ടും നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ഓക്കെ, ബൈ.